സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും. ഇരുവരുടെയും യൂട്യൂബ് ചാനൽ പ്രശസ്തമാണ്. വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഗായകൻ വിജയ് മാധവും സീരിയൽ നടി ദേവിക നമ്പ്യാരും യൂട്യൂബ് ചാനലിൽ സജീവമാകുന്നത്. റിയാലിറ്റി ഷോകളും സംഗീതവുമാണ് വിജയ് മാധവനെ പ്രശസ്തനാക്കിയത്. സീരിയലുകൾ വഴിയാണ് ദേവിക നമ്പ്യാർ മലയാളികൾക്ക് സുപരിചിതയായത്. തങ്ങളുടെ വിശേഷങ്ങളും പാട്ടിന്റെ കവർ സോങ്ങുകളും മക്കളുടെ വിശേഷങ്ങളുമെല്ലാം ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അതേസമയം വിവാദങ്ങളും എന്നും ഇവരെ തേടിയെത്താറുണ്ട്. തങ്ങളുടെ മക്കൾക്ക് പേരിട്ട എയറിലായ ദമ്പതിമാരാണ് വിജയ് മാധവും ദേവികയും. ഇപ്പോഴിതാ വീണ്ടും എയറിലായിരിക്കുകയാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന തംബ്നെയിലോടെ പങ്കുവച്ച വീഡിയോയാണ് താരങ്ങളെ വെട്ടിലാക്കിയിരിക്കുന്നത്. വിവാദമായതോടെ വീഡിയോ ചാനലിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. താരങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു: ആത്മജ സെന്ററിൽ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണികളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് വിജയ് പറയുന്നത്. ഓരോരുത്തർ ക്ലാസ്സിൽ കയറി 3-4 മാസം കഴിയുമ്പോൾ പോകുന്നത് കണ്ട് സാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഛർദ്ദി കാരണം 2-3 മാസം കഴിയുമ്പോൾ തന്നെ നിർത്തുമെന്നും വിജയ് പറയുന്നു. കഴിഞ്ഞയാഴ്ച ബിന്നി കൃഷ്ണകുമാർ ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നു. അതിൽ ചേച്ചി പറയുന്നുണ്ട്, ചേച്ചി പാട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാർ ഗർഭിണികളാകുന്നുവെന്ന്. അപ്പോഴാണ് എനിക്കും സ്ട്രൈക്ക് ചെയ്തത് എന്നാണ് വിജയ് പറയുന്നത്. ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയും കർണാടിക് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമായി ഒരു സെഗ്മെന്റ് ഉണ്ടാകും എന്നും താരങ്ങൾ പറയുന്നു. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ശ്രദ്ധിക്കുക, ഗർഭിണിയാകേണ്ടവർ പാട്ട് പഠിക്കുക. ഇത്ര സിമ്പിൾ ആയിരുന്നു കാര്യങ്ങൾ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതായത് ശാസ്ത്രം തോറ്റു പാട്ട് ജയിച്ചു. അല്ല വിജയ്, ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫെർട്ടിലിറ്റി സെന്ററുകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരില്ലേ? ആത്മീയതയ്ക്കും അന്ധവിശ്വാസത്തിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നും വിളിച്ചു പറയാമെന്നാണോ നിന്റെയൊക്കെ വിചാരം? ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും മനുഷ്യരുണ്ടായിരുന്ന കാലം മുതൽ നടക്കുന്നതാണ്. അത് അങ്ങനെ നടന്നോളും. അതിന് പാട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയയിൽ തെറിവിളി ശക്തമായതോടെ ഇരുവരും ചാനലിൽ നിന്ന് വീഡിയോ പിൻവലിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വിവാദങ്ങളോട് താരദമ്പതിമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും അടുത്തിടെയാണ് രണ്ടാമതൊരു കുട്ടി ജനിച്ചത്. പെൺകുഞ്ഞിന്റെ പേര് ഇരുവരും പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായ വിമർശനങ്ങളായിരുന്നു ഇവർക്കെതിരെ ഉയർന്നു വന്നത്. ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. ആത്മജ എന്നാണ് ഇവർ മകനിട്ട പേര്. ഈ പേരിടലിലും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ജീവനാത്മാ പരാത്മ എന്നൊക്കെ വിളിച്ചോളൂ, വിരോധമില്ല. പേരിടൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് വിളിക്കുകയും പെൺകുട്ടിയെ ആൺകുട്ടിയുടെ പേര് പറഞ്ഞ് വിളിക്കുന്നതും മലയാള ഭാഷയിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും എന്തിനാണ് ഇത്രയും കാലം പഠിപ്പിച്ചതെന്ന് തോന്നിപ്പോകും എന്നൊക്കെയാണ് വിമർശനങ്ങൾ.